ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഏറ്റവും ഉത്തമമായത് തിരഞ്ഞെടുക്കുവാൻ കഴിവുള്ളവർക്ക് മാത്രമേ കാര്യമായി എന്തെങ്കിലും ജീവിതത്തിൽ നേടുവാൻ കഴിയൂ. നല്ലതെന്ന് തോന്നുന്ന പലതിൽ നിന്ന് നമുക്ക് വേണ്ടതെന്തെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവാണ് ഉണ്ടായിരിക്കേണ്ടത്. കർത്താവ് പറഞ്ഞ ഉപമയിൽ ഒരു രാജാവ് ചിലരെ വിരുന്നിന് ക്ഷണിച്ചു. വരാമെന്ന് എല്ലാവരും സമ്മതിച്ചെങ്കിലും തക്ക സമയമായപ്പോൾ ഓരോരുത്തരും ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് മാറിപ്പോയി. ഒരാൾ കാളയെ വാങ്ങിയെന്നും മറ്റൊരാൾ കൃഷിഭൂമിയിൽ പോകണമെന്നും മറ്റൊരാൾ വിവാഹം കഴിച്ചതിനാൽ വരുവാൻ സാധ്യമല്ലെന്നും പറഞ്ഞ് ക്ഷണം നിരസിച്ചു. അവർ ചെയ്തത് ഒരുപക്ഷെ തെറ്റായി തോന്നില്ല. എന്നാൽ രാജാവിൻ്റെ അതിഥിയാകുന്ന പദവിയെ അവഗണിച്ചാണ് പ്രധാനമല്ലാത്ത കാര്യങ്ങൾക്ക് അവർ പോയത്. അതായിരുന്നു അവരുടെ തെറ്റ്. നല്ല കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായതെന്തെന്ന് നിശ്ചയിക്കുവാൻ നമുക്ക് കഴിയണം. പ്രധാനമല്ലാത്ത കാര്യങ്ങൾക്കു വേണ്ടി പ്രധാനമായവയെ അവഗണിക്കരുത്. പാശ്ചാത്യ നാടുകൾ കാണുവാൻ ഒരു സംഘം ഇന്ത്യയിൽ നിന്ന് യാത്രയായി. അതിലൊരാൾ യാത്ര തിരിക്കുന്നതിന് മുൻപ് ഒരു പുസ്തകം വാങ്ങി വായന ആരംഭിച്ചു. പോയ സ്ഥലങ്ങളിലെ കാഴ്ചകളൊന്നും കാണാതെ ഹോട്ടൽ മുറികളിൽ വിശ്രമിച്ച് വായനയിൽ മുഴുകി. പുസ്തകം വായിച്ചത് തെറ്റല്ല. എന്നാൽ ആ മനുഷ്യൻ എത്ര ബുദ്ധിഹീനനാണെന്ന് പറയേണ്ടതില്ലല്ലോ. പുരാതന നഗരങ്ങളും ആധുനിക കാഴ്ചകളും കാണുവാനുള്ള അവസരം അയാൾ നഷ്ടപ്പെടുത്തി. അപ്രധാനമായ കാര്യങ്ങൾക്കായി പ്രധാനമായവയെ നാം അവഗണിക്കരുത്. മാരാമൺ കൺവെൻഷന് അമ്മയോട് കൂടെ കൊച്ചുമകനും പോയി. അവിടെ പറഞ്ഞ ആഴമായ പ്രസംഗം ശ്രദ്ധിക്കാതെ മണലിൽ കുഴികളുണ്ടാക്കി കളിച്ചതിന് ശേഷം ആ ബാലൻ മടങ്ങിപ്പോന്നു. നമ്മിൽ പലരുടെയും ഗതി ഇപ്രകാരമാണ്. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന സമയം ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. മോശമായവയിൽ നിന്ന് നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലവയിൽ നിന്ന് നമുക്കുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 23-ാം തിരുവചനം. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100-ഉം 60-ഉം 30-ഉം മേനി നൽകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.